എല്ലാവർക്കും കമലോബിൽ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 നൊബേൽ പ്രൈസ് ആണ്. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഇതിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാം 2025 നൊബേൽ പുരസ്കാരങ്ങൾ, പുരസ്കാര ജേതാക്കൾ, അവർക്ക് ഏത് മേഖലയിൽ നിന്നാണ് പുരസ്കാരം ലഭിച്ചത്, അവരുടെ കണ്ടെത്തൽ എല്ലാം ചോദിക്കാറുണ്ട്, അവരുടെ രാജ്യമൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാണുക. ശരി, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 വൈദ്യശാസ്ത്ര നൊബേലാണ്. 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം മെഡിസിന് ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചത്? 3 പേരാണ്. മേരി ബ്രൺകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി. ഓക്കെ, 3 പേരാണല്ലേ. മേരി ബ്രൺകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ പേരൊന്ന് മനസ്സിലോട്ട് കിട്ടണം അല്ലേ. നമുക്കൊരു കുഞ്ഞൊരു കോഡ് വെച്ച് നമുക്കൊന്ന് പഠിക്കാൻ നോക്കാം. മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ചാണ്. ഓക്കെ, മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ചാണെന്ന് ആലോചിച്ച് വെച്ചേ. അപ്പം മേരി ബ്രൺകോ, മേരി കിട്ടി. ഫ്രെഡ് റാംസ്ഡെൽ, ഫ്രണ്ടിന് കിച്ച് കിച്ചാണ്. ഷിമോൺ സക്കാഗുച്ചി, അതാണ് നമ്മൾ കിച്ച് കിച്ച് എന്ന് പറഞ്ഞത്. മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ച്. എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കിച്ച് കിച്ചൊക്കെ വരുന്നത്? ഇമ്മ്യൂണിറ്റി ഒന്നും കാണൂലല്ലേ, ഇമ്മ്യൂണിറ്റി ഇല്ല, അതാണ് പ്രശ്നം. അപ്പം ഇമ്മ്യൂൺ ടോളറൻസ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഫോർ ദെയർ ഡിസ്കവറീസ് കൺസേണിങ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. ഓക്കെ, അപ്പോൾ കിട്ടി. 2025 മെഡിസിന് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഒന്ന് മേരി, ഇതായിരിക്കുന്നത് നമ്മുടെ മേരി. പിന്നെ അടുത്തത് ഫ്രെഡ് റാംസ്ഡെൽ. അടുത്തത് ഷിമോൺ സക്കാഗുച്ചി. ഓക്കെ, അപ്പം ഇനി മറന്നു പോകില്ല, മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ചാണ്. ഈ ഷിമോൺ സക്കാഗുച്ചി എന്നുള്ള പേര് കേൾക്കുമ്പോൾ, സക്കാഗുച്ചി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ജാപ്പനീസ് പേരായിട്ട് തോന്നുന്നില്ലേ? ഇയാളെ കണ്ടാലും നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ, ജാപ്പനീസ് ആണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഷിമോൺ സക്കാഗുച്ചി ജപ്പാൻകാരനാണ് കേട്ടോ. ഓക്കെ, ശരി. പിന്നെ മേരിയും ഫ്രെഡ് റാംസ്ഡെലും USA എന്നാണ്. അതും കൂടെ ഓർത്ത് വെച്ചേക്കണം. ഇവരുടെ രാജ്യവും ചോദിക്കാറുണ്ട്. അപ്പോൾ മേരി ബ്രൺകോ USA, ഫ്രെഡ് റാംസ്ഡെൽ USA, ഷിമോൺ സക്കാഗുച്ചി ജപ്പാൻ. ഓക്കെ, മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ചാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലോട്ട് അത് പതിയാൻ വേണ്ടിയാണ്. ഇനി കിച്ച് കിച്ച് വരാനുള്ള കാര്യം നിങ്ങൾക്കറിയാം, ഇമ്മ്യൂണിറ്റി ഇല്ല. ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് എന്തോ സംഭവമാണ് അല്ലേ, ഇമ്മ്യൂൺ ടോളറൻസ്, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്ത് വെച്ചേക്കുക. 2025 മെഡിസിൻ സെറ്റാണ്. ഓക്കെ അല്ലേ. അടുത്തതിലോട്ട് പോവാം. 2025 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയത് ഫിസിക്സിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 3 പേരുണ്ട്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, പിന്നെ ജോൺ M. മാർട്ടിനസ്. ഓക്കെ ആണോ? ഒന്നും കൂടെ പേരൊന്ന് വായിച്ചേ. ജോൺ ക്ലാർക്ക്, വായിക്കാൻ പറഞ്ഞാൽ വായിക്കണം. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, ജോൺ M. മാർട്ടിനസ്. അപ്പോൾ ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, പിന്നെ അടുത്തത് ജോൺ M. മാർട്ടിനസ്. ഓക്കെ, എന്താണ്? ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച കാര്യമാണ് പറഞ്ഞത്. എന്തിനാണ്? ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അതുപോലെ എനർജി ക്വാണ്ടൈസേഷൻ കണ്ടെത്തലുകൾക്കൊക്കെയാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന് തുടരെ ഇങ്ങനെ പുരസ്കാരം കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഫിസിക്സിന് പുരസ്കാരം കിട്ടിയ 3 പേര്, ഭാഗ്യത്തിന് 3 പേരും എവിടെ നിന്നാ? USA എന്നാണ്. അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഫിസിക്സിന് 3 പേരും എവിടെ നിന്ന് വന്നവരാണ്? USA എന്ന് വന്നവരാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. ഇനി ഇവരെ എങ്ങനെ പഠിച്ചു വെക്കുമെന്ന് നോക്കാം. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, ജോൺ M. മാർട്ടിനസ്. അത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ജോൺ ക്ലാർക്ക്, പിന്നെ അടുത്തത് മിഷേൽ H. ഡെവോററ്റ്, പിന്നെ ജോൺ M. മാർട്ടിനസ്. അപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ, ഇതാണ് മാർട്ടിൻ. അപ്പോൾ മാർട്ടിൻ ഫിസിക്സ് പഠിച്ചു. ഓക്കെ, മാർട്ടിൻ ഫിസിക്സ് പഠിച്ചു. മാർട്ടിൻ ഒരു ഡ്രൈവർ ആയിരുന്നു കേട്ടോ. ആളൊരു ഡ്രൈവർ ആയിരുന്നു. ഡെവോററ്റ് എന്ന് കണ്ടില്ലേ, ഡ്രൈവർ ആയിരുന്നു. ഫിസിക്സ് ഒക്കെ പഠിച്ചു. ഫിസിക്സും ബാക്കി എന്തൊക്കെയോ പുള്ളി പഠിച്ചതുകൊണ്ട് പുള്ളി ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടി. നല്ല മാർക്ക് കിട്ടി. കട്ട് ഓഫ് ഒക്കെ കടന്ന് പുള്ളി ഒരു ക്ലർക്കായി. ഓക്കെ, അപ്പം മാർട്ടിൻ ഫിസിക്സ് പഠിച്ചു. ഡ്രൈവറായിരുന്ന മാർട്ടിൻ പിന്നെ ക്ലർക്കായിട്ട് മാറി. അതാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. അത്ര ഭയങ്കര ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ കോഡൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഓർത്ത് വെച്ച് നോക്കിയേ. മാർട്ടിൻ ഫിസിക്സ് പഠിച്ചു,
എന്താണ് ഡ്രൈവർ പണിയൊക്കെ പോയിട്ട് പുള്ളി ക്ലർക്കായി. ഓക്കെ ശരി. അപ്പോൾ ഒന്നും കൂടെ ആലോചിച്ചേ. ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ്. അപ്പം മാർട്ടിൻ ഫിസിക്സ് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരമാണ് നേടിയത്. ഓക്കെ, അപ്പോൾ പുള്ളി ഭൗതികശാസ്ത്രമൊക്കെ പഠിച്ചു, ഡ്രൈവറായിരുന്നു. ഡെവോററ്റ് പുള്ളി ഫിസിക്സ് ഒക്കെ പഠിച്ച് മാർക്കൊക്കെ കിട്ടിയപ്പോൾ പുള്ളി ക്ലർക്കായി. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ്. മറന്നു പോകില്ലല്ലോ. മാർട്ടിൻ ഫിസിക്സ് പഠിച്ചു, ഡ്രൈവറായിരുന്ന ആൾ പിന്നെ ക്ലർക്കായി. ഓക്കെ, എന്തിനാണ്? മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, അതുപോലെ എനർജി ക്വാണ്ടൈസേഷൻ. ക്വാണ്ടം ഫിസിക്സിന് വീണ്ടും വീണ്ടും പുരസ്കാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കണ്ടെത്തലുകൾ എന്തിനാണ് ഏത് കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞേ. ഫിസിക്സ് പഠിച്ചു, മാർട്ടിൻ ഡ്രൈവറായിരുന്നു, പുള്ളി ഫിസിക്സ് ഒക്കെ പഠിച്ച് മാർക്കൊക്കെ കിട്ടിയപ്പോൾ ദാ ക്ലർക്കായി. ഓക്കെ ശരി. ഇനി അടുത്തത് 2025 രസതന്ത്ര നൊബേൽ പുരസ്കാരം നേടിയത് ആരാണെന്ന് നോക്കാം. ആർക്കാണ് 2025 രസതന്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? 3 പേരുണ്ട് ഇവിടെ, 3 പേരുണ്ട്. സുസുമു കിറ്റാഗവ. സുസുമു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സുസുക്കിയൊക്കെ ഓർമ്മ വന്നു. ജാപ്പനീസുകാരനാണ് സുസുമു കിറ്റാഗിവ. ഇതായിരിക്കുന്നു സുസുമു കിറ്റാഗവ. പിന്നെ അടുത്തത് റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയക്കാരനാണ് കേട്ടോ, റിച്ചാർഡ് റോബ്സൺ. പിന്നെ ഒമർ എം യാഗി USA എന്നാണ്, ഒമർ എം യാഗി. ഓക്കെ, അപ്പോൾ ശരി, അത്രയൊക്കെ ആയി. അപ്പോൾ ഇവരെ 3 പേരെ നമുക്കൊന്ന് പഠിച്ചു വെക്കണോ അല്ലേ? സുസുമു കിറ്റാഗവ. അപ്പോൾ ഇവിടെ നമുക്ക് സുസുക്കി എന്ന് ആലോചിക്കാം. സുസുക്കി. പിന്നെ അടുത്തത് റിച്ചാർഡ്. അപ്പോൾ റിച്ചാണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ ഒമർ. അപ്പം ഒമർ റിച്ചാണ്, പുള്ളിക്ക് സുസുക്കിയുണ്ട്. സുസുക്കി കാറില്ലേ? ഓക്കെ, അപ്പോൾ ശരി. റിച്ചായ ഒമറിൻ്റെ സുസുക്കി അത് മതിയല്ലേ? റിച്ചാണ് ഒമർ, റിച്ചാണ്. പുള്ളിയുടെ സുസുക്കി കാറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ കാർ എങ്ങനെ ഉണ്ടാക്കുന്ന? മെറ്റലും ഉണ്ട്. മെറ്റൽ കൊണ്ടാണല്ലേ? അതെന്താ ഇപ്പോൾ എടുത്തു പറയുന്ന മെറ്റൽ കൊണ്ടാണെന്നൊക്കെ? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പം റിച്ചായ ഒമറിനൊരു സുസുക്കി കാറുണ്ട്. റിച്ചായ ഒമറിനൊരു സുസുക്കി കാറുണ്ട്. ഈ കാറിന് മെറ്റൽ കൊണ്ടാണ് ഈ ഒരു കാർ ഉണ്ടാക്കിയത്. ശരി. ഇപ്പം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ സുസുമു കിറ്റാഗവ ജാപ്പനീസുകാരനാണ്. പിന്നെ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ. ഇത് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഓസ്ട്രേലിയ എന്നൊന്നും നമ്മൾ അങ്ങനെ അധികം കാണാറില്ല അല്ലേ? അപ്പോൾ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ. പിന്നെ ഒമർ എം യാഗി, അത് USA കാരനാണ്. ഒമർ എം യാഗി USA. അപ്പോൾ സുസുമു കിറ്റാഗവ നമുക്ക് കിട്ടും. ജാപ്പനീസ് എന്ന പേര് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും. റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ ആണെന്ന് ഓർത്തു വെക്കണം. പിന്നെ ഒമർ എം യാഗി USA. ഓക്കെ, ഓർമ്മയുണ്ടോ? ഈ പറഞ്ഞ 3 ഓക്കെ ആണോ? ശരി. നമ്മൾ റിവിഷൻ ചെയ്യും കേട്ടോ. ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ലാസ്ലോ ക്രാസ്നഹോർക്കായ്. എന്താണ്? ഒരു വായിക്കൊള്ളാത്ത, ഒരു കടിച്ചാൽ പൊട്ടാത്ത, ഒരു പറയുന്നില്ല ഞാനല്ലേ, അത്രയും വലിയൊരു പേര്. ലാസ്ലോ ക്രാസ്നഹോർക്കായ്, അതാണ് പുള്ളിയുടെ പേര്. പുള്ളി എവിടത്തുകാരനാണ്? ഹംഗേറിയക്കാരനാണ് കേട്ടോ. ഹംഗേറിയ, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം ലാസ്ലോ ക്രാസ്നഹോർക്കായ് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചത് അപ്പോക്കാലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആകർഷകവും ദർശനാത്മകവുമായ കൃതിക്ക് ഓക്കെ ഈ ആർട്ടിൻ്റെ ഒരു പവർ വെളിപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾക്കാണെന്ത് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ലാസ്ലോ ക്രാസ്നഹോർക്കായ്. ഓക്കെ, അപ്പം സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ്. നമ്മളിങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ്, ഇങ്ങനെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വിശക്കുമല്ലേ? വിശക്കുമെന്നല്ല, നമുക്ക് വിശപ്പും ദാഹമൊന്നും അറിയാതെ ചിലപ്പോൾ നമ്മളിരുന്ന് അങ്ങ് എഴുതിപ്പോവും. അപ്പോൾ എന്തായാലും വിശപ്പുണ്ടാവും. ഹംഗറി അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ഹംഗറിയിൽ നിന്നൊരാളാണ്. അങ്ങനെ വിശക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ സാഹിത്യമൊക്കെ നടത്തിയിരുന്നാൽ മതിയോ? വിശക്കുമ്പോൾ നമ്മളൊരു ലേസ് എടുത്ത് തിന്നും, അല്ലെങ്കിൽ ലാസയുടെ ഒരു ഐസ്ക്രീം കുടിക്കും, ഐസ്ക്രീം കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ
ലസ്സി കുടിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലാസ്ലോ എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടണം. വിശക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശക്കും. അതിന് ഞാൻ ഒരു പിക്ചർ ഇവിടെ എടുത്തു വച്ചിരുന്നു. ChatGPT നോക്കി ഒരു പിക്ചർ എടുത്തു വെച്ചു. അയ്യോ ഇപ്പോൾ കാണാനില്ല, എവിടെ പോയി? ഇത് കണ്ടോ? ഇത് കണ്ടോ? എഴുതിക്കൊണ്ടിരിക്കുക അല്ലേ? സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരമാണ് നമ്മൾ പറയുന്നത്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം പറയുന്ന സമയത്ത് ലാസയുടെ ഒരു ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ലാസയുടെ ഒരു ഐസ്ക്രീം വിശന്നിട്ടാണ്. അപ്പോൾ ഹംഗേറിയ അങ്ങനെ ഹംഗേറിയ എന്ന് ഓർക്കുക. അപ്പോൾ 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ലാസ്ലോ ക്രാസ്നഹോർക്കായ്. ഓക്കെ, മനസ്സിലായി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, അതിൽ തന്നെ ആദ്യത്തെ കൃതിയാണ് ഈ സാറ്റൻ ടാങ്കോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണ്, പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. 1985. പിന്നെ അടുത്തത് മെലങ്ക്ലി ഓഫ് റെസിസ്റ്റൻസ്, പിന്നെ സീബോ ദേർ ബിലോ, പിന്നെ ഹേഴ്സ്റ്റ് എ നോവൽ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 2021 നോവലാണ് ഹേഴ്സ്റ്റ് 07769 എ നോവൽ. ഓക്കെ, അപ്പോൾ ഹേഴ്സ്റ്റ്. പിന്നെ ആദ്യത്തെ കൃതിയാണ് സാറ്റൻ ടാങ്കോ. അതൊരു ഹംഗേറിയൻ വാക്കാണ്. സാറ്റൻ ടാങ്കോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ശരി, അപ്പം 2025 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ലാസ്ലോ ക്രാസ്നഹോർക്കായ്. ലാസ്ലോ, ലേസ്, ആ ഒരു സംഭവം ഓർത്ത് വെക്കുക കേട്ടോ. വിശപ്പ്, ഹംഗേറിയ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നോക്കാം. 2025 സമാധാന നൊബേൽ പുരസ്കാരം നേടിയത്, 2025 സമാധാന നൊബേൽ പുരസ്കാരം നേടിയത് ആരാണെന്നാണ്? മരിയ കൊറീന മച്ചാഡോ. ഓക്കെ, മരിയ കൊറീന മച്ചാഡോയാണ് 2025 സമാധാന നൊബേൽ പുരസ്കാരം നേടിയത്. ഓക്കെ, വെനസ്വേലയിൽ നിന്നാണ് കേട്ടോ. മരിയ കൊറീന മച്ചാഡോ ഏത് രാജ്യക്കാരിയാണ്? വെനസ്വേല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഓർക്കും? സമാധാനം, നമ്മുടെ സമാധാനം മൊത്തം പോയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയും എനിക്കിപ്പോഴും സമാധാനമൊന്നും ഇല്ലെന്ന്. പക്ഷെ അതല്ല, കൊറോണ സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നോ? ഇനി മാസ്ക് മാറ്റി ജീവിക്കാൻ പറ്റുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിരുന്നില്ല അല്ലേ? അപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മുടെ സമാധാനം മൊത്തം പോയി. ഓക്കെ, നമ്മുടെ സമാധാനം മൊത്തം പോയത് കൊറോണ വന്ന സമയത്തല്ലേ? മരിയ കൊറീന മെച്ചാഡോ. ഓക്കെ, ഇപ്പോൾ കൊറോണ വന്നപ്പോൾ സമാധാനമൊക്കെ പോയി. അല്ലെങ്കിൽ കൊറോണ നമുക്ക് വലിയൊരു വെനയായിട്ട് തീർന്നു അല്ലേ? നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ വെനയെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വാക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ ഒരു വിനയെങ്കിലും ഓർത്താൽ മതി. വെനസ്വേല. അപ്പോൾ കൊറോണ ഒരു വലിയൊരു വെനയായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ വെനസ്വേല നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും അല്ലേ? കൊറോണ ഒരു വലിയ വെനയായിരുന്നു, വെനസ്വേല. ഓക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ വെനയെന്നൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഏതായാലും 2025 സമാധാന നൊബേൽ പുരസ്കാരം നേടിയത് മരിയ കൊറീന മച്ചാഡോ. ഏത് രാജ്യക്കാരിയാണ്? വെനസ്വേല. ഓക്കെ, എന്തിനാ പുരസ്കാരം ലഭിച്ചത്? വെനസ്വേലൻ ജനതയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള അവരുടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ടയർലെസ് വർക്ക് അല്ലേ, ഫോർ ഹെർ ടയർലെസ് വർക്ക് പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഫോർ ദ പീപ്പിൾ ഓഫ് വെനസ്വേല and for her struggle to achieve a just and peaceful transition from dictatorship to democracy. Okay, ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരവുമായ മാറ്റത്തിന് അവർ നടത്തിയ പോരാട്ടങ്ങൾക്കൊക്കെയാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ? അപ്പോൾ 2025 സമാധാന നൊബേൽ പുരസ്കാരം നേടിയത് ഒന്നുമില്ല, മരിയ കൊറീന മച്ചാഡോ. ഓക്കെ, അപ്പോൾ കൊറോണ എന്ന് ആ ഒരു വാക്ക് അത് കണക്ട് ചെയ്യുക. കൊറോണ, സമാധാനമൊക്കെ പോയി, വലിയ വെനയായിരുന്നു എന്ന് ഓർക്കുക. വെനസ്വേലൻ ജനതയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള ഒരു മാറ്റത്തിനൊക്കെയാണ് അവർ പ്രവർത്തിച്ചത്. അതിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. നമ്മുടെ ട്രംപ് അങ്ങനെ വളരെ വിഷമിച്ച് അല്ലേ, സമാധാന നൊബേൽ ഇപ്പം കിട്ടുമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. എന്തൊക്കെയോ അതിനുവേണ്ടി ചെയ്തിട്ടുമുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം എന്നാണ് ലാസ്റ്റ് കൊടുത്തത് അല്ലേ? 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ, ഇക്കണോമിക്സിന് ആർക്കൊക്കെയാണ് നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് നോക്കാം. ജോയൽ മോക്കിർ, ഫിലിപ്പ് അക്കിയോൺ, പീറ്റർ
പീറ്റർ ഹോവിറ്റ്. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കോഡൊക്കെ സത്യത്തിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ കോഡിൽ എനിക്കൊരു വിശ്വാസവും ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം. ജോമോൻ്റെ ഫിലിം, ജോമോൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം കണ്ടിട്ടുണ്ടോ? ജോമോൻ്റെ സുവിശേഷം. സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എന്നാലും കോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നല്ല വിറ്റായിരുന്നു. ഹോ വിറ്റ് തന്നെ അല്ലേ? ഹോ വിറ്റ് തന്നെ, ഭയങ്കര വിറ്റ് തന്നെ. വിറ്റിൻ്റെ സ്പെല്ലിങ് എന്തുവാ? WIT, വിറ്റ്. ഓക്കെ, വിറ്റ് തന്നെ അല്ലേ? ജോമോൻ്റെ സുവിശേഷം നല്ലൊരു വിറ്റ് സിനിമയായിരുന്നു. ഹോ വിറ്റ് തന്നെ. അപ്പോൾ സാമ്പത്തിക പുരസ്കാരമാണ് എന്ന് വെച്ചാൽ ഫിലിമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല സാമ്പത്തികം വേണം. ഓക്കെ, അപ്പോൾ നോക്കാം. ജോമോൻ, ജോയൽ മോക്കിർ, ജോയൽ മോക്കിർ. അപ്പോൾ അതാണ് ജോമോൻ കേട്ടോ, ജോയൽ മോക്കിർ. ഫിലിം, ഫിലിപ്പ് അക്കിയോൺ, ഫിലിപ്പ് അക്കിയോൺ. ശരി, ഹോവിറ്റ് തന്നെ, ഹോവിറ്റ്, ഹോവിറ്റ്. ഇത് സത്യത്തിൽ ഹൗവിറ്റ് ആണെന്ന് എന്തുവാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്, എന്നാലും പ്രശ്നമില്ല. ഹോവിറ്റ് അല്ലെങ്കിൽ ഹൗവിറ്റ്. ഓക്കെ, ഹോവിറ്റ് തന്നെ. ഓക്കെ, അപ്പം ജോയൽ മോക്കിർ, ഫിലിപ്പ് അക്കിയോൺ, പീറ്റർ ഹോവിറ്റ്. ഇതിൽ ജോയൽ മോക്കിറും പീറ്റർ ഹോവിറ്റും അമേരിക്കയിൽ നിന്നാണ്. പിന്നെ ഫിലിപ്പ് മാത്രം എവിടെ നിന്നാ? ഫ്രാൻസ്. ഫിലിപ്പ് ഫ്രാൻസ്, ഫിലിപ്പ് ഫ്രാൻസ്. ഓക്കെ, വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ്? മനസ്സിലോട്ട് കയറണം. ഫിലിപ്പ് ഫ്രാൻസ് എന്നാണേ. അപ്പോൾ 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം. ഇനിത് എന്തിനാ കൊടുത്തതെന്ന് അറിയണ്ടേ? ഇതെന്തിനാ? ജോയൽ മോക്കിർ നോക്കിക്കോ. For having identified the prerequisites for sustained growth through technological progress. ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലൂടെ, സാങ്കേതിക പുരോഗതിയിലൂടെയുള്ള സുസ്ഥിര വളർച്ച. അപ്പോൾ സുസ്ഥിര വളർച്ച അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ സാങ്കേതിക പുരോഗതിയിലൂടെ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിലൂടെ എങ്ങനെ സുസ്ഥിര വളർച്ച നേടാം, അതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പ്രീ റിക്വിസിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ആര് പഠിച്ചത്? ജോയൽ മോക്കിർ. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ആ ഒരു മേഖലയിലായിരുന്നു. ഇനി ബാക്കി രണ്ടുപേരും എന്തുവാ? ഫിലിപ്പ് അക്കിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ്. അവർ രണ്ടുപേരും എന്താണ്? ഫോർ ദ തിയറി ഓഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെ എങ്ങനെ സസ്റ്റൈനബിൾ ഗ്രോത്ത് അച്ചീവ് ചെയ്യാമെന്നാണ് ഫിലിപ്പ് അക്കിയോണും പീറ്റർ ഹോവിറ്റും പഠിച്ചത്. ഓക്കെ, അപ്പം രണ്ടിലും കോമൺ ആയിട്ടുള്ള എന്തുവാണ്? സുസ്ഥിര വളർച്ച അല്ലേ? സുസ്ഥിര വളർച്ച, സുസ്ഥിര വളർച്ച. ഓക്കെ, അപ്പം കോമൺ ആയിട്ട് ഇത് ഓർത്ത് വെക്കുക. ഇക്കണോമിക്സിന് ഈ വർഷത്തെ പുരസ്കാരം കിട്ടിയത് സുസ്ഥിര വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ സസ്റ്റൈൻഡ് ഗ്രോത്തിനെ കുറിച്ച് പഠിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇതിൽ ജോയൽ മോക്കർ പഠിച്ചത് എന്തുവാണ്? പ്രീ റിക്വിസിറ്റ്സ് ഫോർ സസ്റ്റൈൻഡ് ഗ്രോത്ത് ത്രൂ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. സാങ്കേതിക പുരോഗതിയിലൂടെയുള്ള സുസ്ഥിര വളർച്ചയ്ക്ക് പ്രീ റിക്വിസിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പഠിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി ബാക്കി രണ്ടുപേരും ഫിലിപ്പ് അക്കിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ് ഫോർ ദ തിയറി ഓഫ് സസ്റ്റൈൻഡ് ഗ്രോത്ത് ത്രൂ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അത് ഓർത്ത് വെച്ചേക്കുക, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഇനി അടുത്തത്, ഈ സമ്മാന തുകയുടെ പകുതി ഫിലിപ്പ് അക്കിയോണും പീറ്റർ ഹോവിറ്റും എടുക്കും. ബാക്കി പകുതി ആർക്ക് കൊടുക്കും? ജോയൽ മോക്കിർ. ഒരു പകുതി ജോയൽ മോക്കിറിനുള്ളതാണ്, ബാക്കി പകുതി ഈ ഫിലിപ്പ് അക്കിയോണും പീറ്റർ ഹോവിറ്റും പങ്കിടും. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ശരി, അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 6 മേഖലകളിലും എന്തിനൊക്കെയാണ് പുരസ്കാരം, ആർക്കൊക്കെയാണ് പുരസ്കാരം, ഇവരെവിടെ നിന്നാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നൊബേൽ പുരസ്കാരത്തെക്കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ നോക്കിയ ശേഷം ഒന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. നൊബേൽ പുരസ്കാരം സ്ഥാപകൻ ആൽഫ്രഡ് നോബലാണ്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതൊക്കെ നമുക്കറിയാം. സ്വീഡിഷ് രസതന്ത്രജ്ഞനാണ്, എഞ്ചിനീയറാണ്. ഓക്കെ, ഇനി ആദ്യമായിട്ട് 1901 നൊബേൽ പുരസ്കാരം നൽകിയത്. ആദ്യം ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, പിന്നെ ലിറ്ററേച്ചർ, സമാധാനം, പീസ്, ഇതിനൊക്കെയാണ് എന്ത് കൊടുത്തിട്ടുള്ളൂ? ഈ നൊബേൽ പുരസ്കാരം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ കൊടുക്കുന്നത് ഇക്കണോമിക്സിനാണ്, സാമ്പത്തിക ശാസ്ത്രം. 1968 സ്വീഡിഷ് നാഷണൽ ബാങ്ക് ആണ് ഈ ഒരു ഇക്കണോമിക്സിനുള്ള നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, പിന്നെ മാത്സിന് നൊബേൽ പ്രൈസ് കൊടുക്കുന്നില്ല, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേരെ. എന്നാണ് പുരസ്കാരം കൊടുക്കുക? ഡിസംബർ 10. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒക്ടോബർ അല്ലേ ആയിട്ടുള്ളൂ. ഒക്ടോബർ 6 മെഡിസിൻ്റെ പുരസ്കാരം കൊടുത്തു, ഒക്ടോബർ 13 ഇക്കണോമിക്സിൻ്റെ പുരസ്കാരം കൊടുത്തു. അത് കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു. ഇനി കൊടുക്കുന്ന എന്നാണ്? ഡിസംബർ 10 കൊടുക്കുകയുള്ളൂ. ഓക്കെ, അന്നാണ് ആൽഫ്രഡ് നൊബേൽ മരിച്ചത്. ആ മരണദിനത്തിലാണ് ഇത് കൊടുക്കുക.
ചരമദിനം അല്ലേ. ഓക്കെ, ഇനി പുരസ്കാരത്തിൻ്റെ ഘടന, ഒരു സ്വർണ്ണ മെഡൽ കിട്ടും, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, സമ്മാന തുകയായിട്ട് 11 മില്യൺ സ്വീഡിഷ് ക്രോണ. ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. 11 മില്യൺ സ്വീഡിഷ് ക്രോണയാണ് ലഭിക്കുക. ഓക്കെ, സമ്മാന തുക. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ശരിയായിട്ട് പറയില്ലേ, ഉത്തരം പറയില്ലേ? ഓക്കെ, അപ്പോൾ 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം, 2025 മെഡിസിന് പുരസ്കാരം ലഭിച്ചത് മേരിയുടെ ഫ്രണ്ടിന് കിച്ച് പഠിപ്പിച്ചു തന്നു. മേരിയുടെ ഫ്രണ്ടിന് കിച്ച് മേരി ബ്രൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി ജപ്പാൻകാരനാണ് കേട്ടോ, ഷിമോൺ സക്കാഗുച്ചി. ഓക്കെ, എന്തിനാ ഈ കിച്ചൊക്കെ എന്തുകൊണ്ടാ? ഇമ്മ്യൂണിറ്റി ഇല്ല, ഇമ്മ്യൂൺ ടോളറൻസ്, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. അപ്പോൾ ഓപ്ഷനിൽ ആ ഒരു വാക്കുണ്ടെങ്കിൽ കിട്ടണം, അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടണം. ഓക്കെ, അടുത്ത് നോക്കാം. 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയത് ജോൺ ക്ലാർക്ക് ഡെവോററ്റ് മാർട്ടിനസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാർട്ടിൻ ഡ്രൈവർ ആയിരുന്നു, ഫിസിക്സ് ഒക്കെ പഠിച്ചു പുള്ളി ക്ലർക്കായി. ഓക്കെ അല്ലേ. ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് അത് അവിടെ ഓർക്കുക. എനർജി ക്വാണ്ടൈസേഷൻ ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് രസതന്ത്രം, കെമിസ്ട്രി ആണെങ്കിലോ റിച്ചായ ഒമർ സുസുക്കി മേടിച്ചു. സുസുക്കി എന്ന് പറഞ്ഞാൽ കാറൊക്കെ ഉണ്ടാക്കാൻ മെറ്റലൊക്കെ വേണം. അപ്പം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിന്റെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. സുസുക്കി, റിച്ചാർഡ്, ഒമർ. ഓക്കെ അല്ലേ. റിച്ചാർഡ് എവിടെ നിന്നാ? ഓസ്ട്രേലിയ. അതൊന്ന് ഓർത്തു വെക്കണേ. ഇനി അടുത്തത് സാഹിത്യത്തിനുള്ള പുരസ്കാരം. സാഹിത്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായി. ഹംഗേറിയക്കാരനാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒരു ഐസ്ക്രീം കഴിച്ചു, ലാസയുടെ ഐസ്ക്രീം കഴിച്ചു, അല്ലെങ്കിൽ ഒരു ലസ്സി കുടിച്ചു, അല്ലെങ്കിൽ ലേസ് തിന്നു. അങ്ങനെയൊക്കെ ആലോചിച്ച് വെക്കുക. ഓക്കെ അല്ലേ. അപ്പം കലയുടെ ശക്തിയെ ഊട്ടിയുറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സമാധാന നൊബേൽ പുരസ്കാരം കൊറീന മച്ചാഡോ, മരിയ കൊറീന മച്ചാഡോ. അപ്പോൾ കൊറോണ ഒന്ന് സമാധാനം പോയി വലിയ വെനയായി, വെനസ്വേല എന്നാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് സാമ്പത്തിക ശാസ്ത്രം, ഇക്കണോമിക്സിന് പുരസ്കാരം ലഭിച്ചത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ജോമോൻ്റെ ഫിലിം വിറ്റിയൻ അല്ലേ, ജോമോൻ്റെ ഫിലിം വിറ്റിയൻ. ഇപ്പം ജോയൽ മോക്കിയർ, ഫിലിപ്പ് അക്കിയോൺ, പീറ്റർ ഹോവിറ്റ്. ഓക്കെ, അപ്പം ഇതിൽ ജോയൽ മോക്കിയറിന് പുരസ്കാരം ലഭിച്ചത് സാങ്കേതിക പുരോഗതിയിലൂടെയുള്ള സുസ്ഥിര വളർച്ച. മറ്റേ ഫിലിപ്പ് അക്കിയോണും പീറ്റർ ഹോവിറ്റും ആണെങ്കിലോ അവരും സസ്റ്റെയിൻഡ് ഗ്രോത്തിനെ കുറിച്ച് തന്നെയാണ് പഠിച്ചത്, പക്ഷേ അവിടെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഈ ഇക്കണോമിക്സിൻ്റെ പകുതി തുക എടുക്കുന്നത് ആരായിരിക്കും? ജോയൽ മോക്കിയർ ആണേ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഒന്ന് പോസ് ചെയ്ത് വെച്ചേ. ഓക്കെ, ഇനി നമുക്ക് ഉത്തരം നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു വൺ ദ 2025 നൊബേൽ പ്രൈസ് ഇൻ പീസ്? സമാധാനത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സമാധാനത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാ? നിഹോൺ ഹിഡാങ്കിയോ. അത് 2025 അല്ല, കഴിഞ്ഞ വർഷത്തെയാണ് അല്ലേ, 2024 ഡൊണാൾഡ് ട്രംപ്. കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു പാവം, പക്ഷെ കിട്ടിയില്ല. മരിയ കൊറീന മച്ചാഡോ, ഇതാ നടക്കുന്നു കൊറോണ മച്ചാഡോ അല്ലേ. കൊറോണ ഒന്നും നമ്മുടെ സമാധാനമൊക്കെ പോയി, ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് ഉത്തരം. 2025 പീസിന് നൊബേൽ പ്രൈസ് കിട്ടിയത് മരിയ കൊറീന മച്ചാഡോ. അടുത്ത് നോക്കാം. 2025 നൊബേൽ പ്രൈസ് ഇൻ കെമിസ്ട്രിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് എന്തിനാണ്? ജീൻ എഡിറ്റിംഗ്, ലിഥിയം അയൺ ബാറ്ററി ടെക്നോളജി, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. അതാ കിടക്കുന്നു മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ആൾക്കാരൊന്ന് ഓർത്തു നോക്കാമോ? സുസുക്കി, പിന്നെ ഒമർ, റിച്ചാർഡ് അല്ലേ. അതൊക്കെ ഓർമ്മയുണ്ടോ? റിച്ച് ഒമറിൻ്റെ സുസുക്കി ഓർമ്മയില്ലേ? ഇനി ഹു വാസ് നോട്ട് എ ലോറേറ്റ് ഓഫ് ദ 2025 നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സിന് ഇതിൽ നൊബേൽ പ്രൈസ് കിട്ടാത്ത ആളാരാണ്? ഫിസിക്സിന് നൊബേൽ പ്രൈസ് കിട്ടാത്തത് ഇതിൽ ആർക്കാണെന്ന് നോക്കാം. ജോൺ എം മാർട്ടിനസ്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ ക്ലാർക്ക്, ഷിമോൺ സക്കാഗുച്ചി. എന്തിനാ കിട്ടിയത്? മെഡിസിൻ അല്ലേ. മെഡിസിൻ നമ്മൾ പഠിച്ചു, കിച്ചെന്നൊക്കെ പഠിച്ചു. ഇമ്മ്യൂൺ ടോളറൻസ്, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കണ്ടെത്തലുകൾക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഷിമോൺ സക്കാഗുച്ചി ജപ്പാൻകാരനാണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ ഫിസിക്സിന് നമ്മൾ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തത്? മാർട്ടിൻ ഡ്രൈവർ ആയിരുന്നു, ഫിസിക്സ് ഒക്കെ പഠിച്ച് പുള്ളി ക്ലർക്കായി. ഓക്കെ,
അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഉത്തരം കിട്ടി. ഇനി അടുത്ത് നോക്കാം. 2025 നൊബേൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ വാസ് അവാർഡഡ് ഫോർ ഡിസ്കവറീസ് എബൌട്ട്. എന്തിനാണ്, ഏത് കണ്ടെത്തലുകൾക്കാണ്? ന്യൂറൽ റീജനറേഷൻ, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്, കിട്ടിപ്പോയി. ക്യാൻസർ ഇമ്മ്യൂണോ തെറാപ്പിയാണോ? അവിടെ ഇമ്മ്യൂണോ എന്നൊക്കെ ഉണ്ട്, പക്ഷേ ക്യാൻസർ ഇമ്മ്യൂണോ തെറാപ്പിയെ കുറിച്ച് നമ്മൾ പഠിച്ചോ? ഇല്ല. ഹ്യൂമൻ മൈക്രോബയോം, അതൊന്നുമല്ല. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്, അതാണ്. മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ച്, മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ച് കിച്ച്. ഓക്കെ. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് കറക്റ്റ്ലി മാച്ചസ് ദ 2025 നൊബേൽ ലോറേറ്റ്സ് ആൻഡ് ദെയർ ഫീൽഡ്? ഓക്കെ, ശ്രദ്ധിച്ചോളണേ. ജോൺ എം മാർട്ടിനസ്, മാർട്ടിൻ ഫിസിക്സ് അല്ലേ പഠിച്ചത്? കെമിസ്ട്രി ആണോ? അല്ല, ഫിസിക്സ് ആണ് പഠിച്ചത്. മാർട്ടിൻ ഫിസിക്സിനാണ് കിട്ടിയത്. മാർട്ടിൻ ഫിസിക്സ് പഠിച്ചു, ഡ്രൈവറായിരുന്നു. ഡെവോററ്റ് ഡ്രൈവറായിരുന്ന ആൾ ക്ലർക്കായി, ജോൺ എം ക്ലർക്ക്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം ജോൺ മാർട്ടിൻ ഫിസിക്സ് ആണ് കറക്റ്റ്. സുസുമു കിറ്റാഗവ, സുസുക്കിയുടെ റിച്ച് ഒമറിൻ്റെ സുസുക്കി നമ്മൾ പഠിച്ചില്ലേ? കാറ്, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ കാറ്. ഇപ്പോൾ കെമിസ്ട്രി ആണെന്ന് പഠിച്ചു. ഓക്കെ. ഇനി അടുത്തത് മേരി ബ്രൺകോ, മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ച് മെഡിസിൻ. ഓക്കെ, അത് ശരിയാണല്ലേ. മേരിയുടെ ഫ്രണ്ടിന് കിച്ച് കിച്ച്, മേരി ബ്രൺകോവ്. ഫ്രെഡ് റാംസ്ഡെൽ, പിന്നെ ആരായിരുന്നു? ഓക്കെ, ഷിമോൺ സക്കാഗുച്ചി. ഓക്കെ. ഇനി അടുത്തത് ലാസ്ലോ ക്രാസ്ന ഹോർക്കായ്. എന്തിനാ ലാസ്ലോ ക്രാസ്ന ഹോർക്കായ്? എന്തുമായിരുന്നു? സാഹിത്യത്തിനാണ് കേട്ടോ. ലേസ് കഴിച്ചതും അതുപോലെ ലാസയുടെ ഐസ്ക്രീം കഴിച്ചതും ലസ്സി കുടിച്ചതും എല്ലാം എന്തിനാ? ഈ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ, സാഹിത്യം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് വിശന്നു, അതുകൊണ്ടാണ് ലാസ്ലോ ക്രാസ്ന ഹോർക്കായ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ ഇക്കണോമിക്സിൻ്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഇക്കണോമിക്സിന് ആർക്കൊക്കെയാണ് കിട്ടിയത്? ജോമോൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചില്ലേ? ഫിലിപ്പ് അക്കിയോൺ, ജോൺ മോക്കിർ, അതുപോലെ പിന്നെ ആരും കൂടെ ഉണ്ടായിരുന്നു? ഹോവിറ്റ് ഒക്കെ പഠിച്ചു. ഓക്കെ, മോക്കിർ, അക്കിയോൺ, പിന്നെ ഒരു ഹോവിറ്റ്. ഓക്കെ, ശരി. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. നമുക്കിനി ഉത്തരങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കണ്ടേ? ഓക്കെ, ശരി. അപ്പം പീസിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് മരിയ കൊറീന മെച്ചാഡോ. പിന്നെ കെമിസ്ട്രിക്ക് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണല്ലേ? ശരി. അടുത്തത് ഫിസിക്സിന് കിട്ടാത്തത് ആർക്കെന്ന്? ഷിമോൺ സക്കാഗുച്ചി, നമ്മൾ പറഞ്ഞതാണ്. മെഡിസിൻ ആയിരുന്നു. അപ്പോൾ മെഡിസിന് കിട്ടിയത് എന്തിനാണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. പിന്നെ അടുത്തത് മേരി ബ്രൺകോ, മെഡിസിൻ. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കറക്റ്റ് ചെയ്ത് തന്നായിരുന്നു. ജോൺ എം മാർട്ടിനസ് ഫിസിക്സ് ആണ്. സുസുമു കിറ്റാഗവ കെമിസ്ട്രി ആണ്. ലാസ്ലോ കാർസ്ന ഹോർക്കായ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ആണ്. പിന്നെ ഇക്കണോമിക്സിന് കിട്ടിയത് ആർക്കൊക്കെയാണ്? ജോൺ മോക്കിർ, പിന്നെ ഫിലിപ്പ് അക്കിയോൺ, പിന്നെ അടുത്തത് ആരായിരുന്നു? ഹോവിറ്റിൻ്റെ പേരെന്തുമായിരുന്നു? പീറ്റർ ഹോവിറ്റ്. ഓക്കെ, പീറ്റർ ഹോവിറ്റ്. ശരി. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞു കുരുട്ട് ബുദ്ധിയിൽ തോന്നിയ കുഞ്ഞു കോഡും കാര്യങ്ങളും ഒക്കെയാണ് വെച്ച് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ നോക്കിയത്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ആൾക്കാരുടെ പേരൊന്ന് വായിച്ചു നോക്കുക. ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഓർത്തെടുക്കാൻ പറ്റിയില്ലേ? അത്രയേ ഉള്ളൂ. അടുത്ത എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും, ഉറപ്പാണ് കേട്ടോ. ഇനി പിന്നെ കുറേ എക്സാംസ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ? കമ്പനി ബോർഡ്, കോർപ്പറേഷൻ സംഭവങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതെല്ലാവരും അപ്ലൈ ചെയ്യുക. അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ക്ലാസ് എടുക്കുന്നത് അല്ലേ? ഇനി തുടർച്ചയായിട്ട് ഇതുപോലെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ കമലോബിൽ PSC ടെലഗ്രാം ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പത്രവാർത്തകൾ എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യുക കേട്ടോ. പത്രവാർത്തകൾ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ പത്രവാർത്തകൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.